ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഉള്ളി സാമ്പാറാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. നമുക്കിതിന് വേണ്ടിയിട്ട് 2 പഴുത്ത തക്കാളിയും ഒരു വലിയുള്ളിയാണ് കേട്ടോ ആവശ്യം. നമുക്ക് തക്കാളി അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ വലിയുള്ളിയും നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് സാമ്പാർ തയ്യാറാക്കാം. സാമ്പാർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചീനച്ചട്ടി ചൂടായ ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയും ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 വറ്റൽമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കത് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിയുമാണ്. ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, നല്ല പഴുത്ത തക്കാളി നോക്കി തിരഞ്ഞെടുക്കാം കേട്ടോ. അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് ഉള്ളിയും ഇതുപോലെ തന്നെ വഴറ്റിയിട്ടെടുക്കണം. തക്കാളി ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വലിയുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് കേട്ടോ ഉള്ളി സാമ്പാർ. നമുക്കിതിലേക്ക് മറ്റ് വെജിറ്റബിൾ ഒന്നും തന്നെ ആവശ്യവുമില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. നമുക്ക് ചോറിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഇഡ്ഡലിയുടെ ദോശയുടെയോ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നാക്കി തന്നെ ഇത് വഴറ്റിയിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 3 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടിയും ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നാക്കി തന്നെ വഴറ്റിയിട്ടെടുക്കാം. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല. വറ്റൽമുളകും അതുപോലെ തന്നെ സാമ്പാർ പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ പച്ചമണമൊക്കെ നന്നായിട്ട് മാറുന്ന വരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറു ചൂടുവെള്ളമാണ്. അതിപ്പം നോർമൽ വാട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. പുളിവെള്ളവും ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ഉള്ളി സാമ്പാർ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും അതുപോലെ തന്നെ ഒരു നുള്ള ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഉള്ളി സാമ്പാർ ഏതാണ്ടൊക്കെ തന്നെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. വെജിറ്റബിൾസ് ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് ഈ ഉള്ളി സാമ്പാർ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോഴിതാ നമ്മുടെ ഉള്ളി സാമ്പാർ ഞാനിവിടെ ഇത് സേവിങ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാമ്പാറാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്